ഓക്കെ. നാനോ മെറ്റീരിയൽ എന്ന് പറയുമ്പോ എന്താ ആദ്യം മനസ്സിൽ വരുന്നത്? എന്തറിയാനെ പറ്റിയിട്ട്? ചെറുത് വളരെ. അതിന്റെ സൈസ് റേഞ്ച് ഒക്കെ ഏകദേശം എങ്ങനെ അറിയാവോ? എത്ര വരും? ഇല്ല, സൈസ് റേഞ്ച് കറക്റ്റ് അറിയത്തില്ല. ഓക്കെ. അപ്പൊ നാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചെറുത്, സ്മോൾ സൈസിനെയാണ് നാനോ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ അതിന്റെ സൈസ് റേഞ്ച്, അതായത് 1 to 100 നാനോമീറ്റേഴ്സ് റേഞ്ചിൽ വരുന്നതിനെയാണ് അതിനകത്ത് വരുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ മെറ്റൽസ്, നോൺ മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഓരോരോ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യത്തില്ലേ? അപ്പൊ അതുപോലെ തന്നെ നാനോ മെറ്റീരിയൽസിനും ഓരോ മെറ്റീരിയൽ സോറി, അവർ ഓരോ ബിഹേവിയർ കാണിക്കും, അതായത് ഓരോ പ്രോപ്പർട്ടീസ് അവർ കാണിക്കും. അപ്പോ ഇത് ഞാൻ കാണുന്നുണ്ടോ? ഇത് ഞാൻ ജസ്റ്റ് ഒരു കുറച്ചെല്ലാം പോയിന്റ്സ് ആക്കിയിട്ടൊന്ന് എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ഇതും ഷെയർ ചെയ്യാം വാട്സാപ്പിൽ, ഗ്രൂപ്പിൽ ഇട്ടേക്കാവേ. ഓക്കെ. അപ്പോൾ ഈ നാനോ മെറ്റീരിയൽസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ യുണീക്ക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നതിന്റെ കുറച്ച് റീസൺസ് ആണ് എഴുതിയേക്കുന്നത്. ഇത് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് അവരൊരു ഇൻട്രൊഡക്ഷൻ പോലെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒന്ന് പോയിന്റ്സ് ആക്കി എഴുതിയേക്കുന്നേ ഉള്ളൂ. അതിന്റെ ചില റീസൺസ് ആണ് ക്വാണ്ടം സൈസ് ഇഫക്റ്റ്, ഹൈ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് റീസൺസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ ഒരു പാർട്ടിക്കൽ, അതായത് നമ്മൾ പീരിയോഡിക് ടേബിളില് ഇപ്പൊ കുറെ എലിമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കറിയാം സിൽവർ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്, സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്, ടൈറ്റേനിയം ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള നാനോ പാർട്ടിക്കിൾസ് നമുക്കുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ നാനോ സ്കെയിൽ റേഞ്ചിലേക്ക് ആക്കുമ്പോഴത്തേക്കും അവര് ഈ നോർമൽ സൈസിൽ ഇരിക്കുമ്പോഴും നമ്മൾ ആ നോർമൽ സൈസ് ഇരിക്കുന്ന സാധനത്തിനെ നമ്മൾ അതിനെ ചെറിയ സൈസിലേക്ക് ആക്കുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് വേരി ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ നാനോ സ്കെയിലിലേക്ക് ആക്കുമ്പോഴത്തേക്കും അതിന്റെ എനർജി ലെവൽസിന് വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ, ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന കളർ എന്താ? യെല്ലോ കളറാ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ശരി, യെല്ലോ. ഇപ്പൊ സിൽവർ നാനോ പാർട്ടിക്കിൾസ് പറയുമ്പോൾ സിൽവർ കളർ, അങ്ങനെ. പക്ഷെ നമ്മൾ ഇപ്പൊ അത് ബൾക്ക് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സാധനത്തിനെ, ആ ഒരു ഗോൾഡിനെ, പെർട്ടിക്കുലർ ഒരു ഗോൾഡിനെ, അത് നോർമൽ സൈസിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ ചെറിയ സ്കെയിലിൽ, അതായത് നാനോ സ്കെയിലിലേക്ക് നമ്മൾ അതിനെ എടുക്കുമ്പോൾ, ഇപ്പൊ ഒരു ലൈറ്റ് വന്ന് അതിന് ഫോൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരു യെല്ലോ കളർ കാണിക്കും. അതൊരു റെഡ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും അത് കാണിക്കുന്നത്. അതെ, നാനോ സ്കെയിലിരിക്കുക. കാരണം അതിന്റെ പാർട്ടിക്കിൾസ് എന്തുകൊണ്ട് അത് നാനോ റേഞ്ചിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അത് പല കളേഴ്സ് കാണിക്കുന്നത്. ഇപ്പൊ ഈ ക്വാണ്ടം ഡോട്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് പല കളേഴ്സ് ആണ് അത് കാണിക്കുന്നത്. കാരണം അത് അതിന്റെ പാർട്ടിക്കിൾസ് നാനോ റേഞ്ചിലാണ് കിടക്കുന്നത്. അതായത് ഈ 1 to 100 റേഞ്ചിൽ ഉള്ള ഒരു ഏതെങ്കിലും ഒരു വാല്യൂലായിരിക്കും അത് കിടക്കുന്നത്. അപ്പൊ അത് പല കളേഴ്സ് അത് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അതാണ് ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നാനോ മെറ്റീരിയൽസ് എന്താ എന്നുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇപ്പൊ ഒരു എമേർജിങ് ഫീൽഡാണ്. അതിനകത്ത് കുറെ സ്റ്റഡീസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് മെഡിസിനൽ ഫീൽഡിൽ വരുന്നുണ്ട്. അതായത് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു ഇത്രയും ഏരിയയിൽ, അതായത് ടെക്സ്റ്റൈൽസില്, ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയില്, ഇലക്ട്രോണിക്സ്, ഇങ്ങനെ പല ഏരിയയിൽ ഈ നാനോ മെറ്റീരിയൽസിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ ക്യാൻസർ സെൽസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അതിന്റെ യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ MRI സ്കാൻ ഒക്കെ നമ്മൾ എടുക്കത്തില്ലേ? അപ്പൊ ഒരു നോർമൽ നമ്മൾ MRI സ്കാൻ എടുക്കുന്നത്, ഇപ്പൊ സപ്പോസ് ഒരു ക്യാൻസറസ് പേഷ്യന്റ് ആണ്. ഇപ്പൊ ആ ആൾക്ക് ഇത്രയും ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ ഇത്ര സെൽസ്, ഇത്ര ടിഷ്യൂസിൽ, ഇത്ര ഏരിയയിൽ അത് ക്യാൻസർ അഫക്റ്റ് ആയിട്ടുണ്ട്, ബാക്കി സ്ഥലത്ത് അത് സ്പ്രെഡ് ആയിട്ടില്ല. അപ്പൊ അതിപ്പോ ഡോക്ടേഴ്സിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ നോർമൽ MRI സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഈ MRI സ്കാൻ വരുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ക്ലിയർ നമുക്കൊരു ഇമേജ് കിട്ടത്തില്ല. ലൈക്ക് എത്ര ഒരു ഏരിയയിലാണ് ഹെൽതി സെൽസ് ഉള്ളത്,
അല്ലെങ്കിൽ എത്രയാണ് നോർമൽ, അതായത് അഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നാനോ മെറ്റീരിയൽസ് കോട്ട് ചെയ്ത് അത് വെച്ച് നമ്മൾ MRI സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ഏകദേശം ഒരു ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്ര സെൽസ് അഫക്റ്റഡ് ഏരിയ ആണ്, ഇത്ര സെൽസ് ഹെൽത്തി സെൽസ് ആണ് അല്ലെങ്കിൽ ഹെൽത്തി ടിഷ്യൂസ് ആണ് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് MRI സ്കാൻ ആ രീതിയിൽ നാനോ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നമുക്ക് ഒരു ഡ്രഗ് നമുക്ക് ഇന്റേണലി ഇപ്പൊ ഡ്രഗിനെ നമുക്ക് എന്താ കയറ്റണം. അപ്പൊ നമുക്ക് ഇന്ന ഒരു ഏരിയയിലേക്ക് പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമേ നമുക്ക് ആ ഡ്രഗിന്റെ ആവശ്യമുള്ളൂ. അത്രയും ഏരിയ മാത്രം നമുക്ക് ആ ഡ്രഗ് കൊണ്ടുപോയി അതിന്റെ യൂസ് നമുക്ക് ചെയ്താൽ മതി. പക്ഷെ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ നാനോ, ഇതുപോലെ സെയിം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നാനോ മെറ്റീരിയൽ എടുക്കുക, അത് വെച്ച് നമ്മൾ കോട്ട് ചെയ്യുക. അപ്പൊ അത് നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ഇതിപ്പോ ഇത്രയും മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് മെഡിസിനൽ ഫീൽഡില് അതിന് ഒരു നാനോ ടെക്നോളജി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണത്. പിന്നെ വരുന്നത് ഇലക്ട്രോണിക്സിൽ എങ്ങനെ വരുന്നു. ഇലക്ട്രോണിക്സിൽ നമ്മളിപ്പോ ഈ സ്മാർട്ട് ഫോൺസ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചിപ്പായിട്ട് കിട്ടത്തില്ലേ, ഇപ്പൊ ചെറിയ സൈസ്ഡ് നാനോ സൈസ്ഡ് എന്ന് പറയത്തില്ലേ, അതിൽ ഇലക്ട്രോണിക്സ് അങ്ങനെ അത് നാനോ ടെക്നോളജി അങ്ങനെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനർജി ആൻഡ് എൻവയറമെന്റിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഇത് ജസ്റ്റ് ഒരു പോയിന്റ്സ് 3 ഫീൽഡിലെ എടുത്തിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോ ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സെന്റൻസ് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. പോയിന്റ്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ്, ഞാനിപ്പോ MSc ചെയ്തൊരു പ്രോജക്റ്റ് ഞാൻ കാണിക്കാം. അപ്പോ അതിനകത്ത് ഞാൻ ചെയ്തത് സിൽവർ നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യാനായിരുന്നു ഞാൻ ചെയ്തത്. അപ്പൊ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പപ്പായ ലീഫില്ലേ, പപ്പായയുടെ ഇതില്ലേ പീല്, അതിന്റെ പീല് വെച്ചിട്ടാ ഞാൻ സിന്തസൈസ് ചെയ്തത്. അപ്പൊ ഇത് ഓരോ സ്റ്റേജിൽ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളത്. അപ്പൊ ഇത് ഫൈനലായിട്ട് ഈ റെസിഡ്യൂ പോലെ കിടക്കുന്ന കണ്ടില്ലേ, അതാണ് ആക്ച്വലി സിൽവർ നാനോ പാർട്ടിക്കിൾസ്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് വന്നു, അപ്പൊ നമുക്കറിയാം ശരിയാ ഫോർമേഷൻ ഓഫ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് നമ്മൾ പറയും. എടാ ലീഫ് അല്ല, ഞാൻ അതിന്റെ പീലാ ചെയ്തത്, അതിന്റെ തൊലിയില്ലേ, അത് വെച്ചിട്ടായിരുന്നു എന്റെ എക്സ്പെരിമെന്റ്. അപ്പോൾ നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസ് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അപ്പൊ അങ്ങനെ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മുടെ ലാബില് ചെറിയൊരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാത്ത ഒരു ചെറിയൊരു റേഞ്ചിലൊക്കെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്തതാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് നമുക്ക് ഇങ്ങനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ കുറെ നോക്കി റിസർച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ നോക്കിയത്. ഇപ്പൊ നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യാൻ ഇപ്പൊ പീല് മാത്രല്ല, ഇപ്പൊ അതിന്റെ ലീഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഈ പപ്പായയുടെ കറ ഉണ്ടല്ലോ, ഒരു വെള്ള കളറ്, അതിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കുറെ ഈ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി മെഡിക്കൽ യൂസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വൈറസും കാര്യങ്ങളും ക്യാൻസറസിനും ഒക്കെ അതൊക്കെ കുറച്ചും കൂടെ നല്ല റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉള്ള ഒരു സാധനം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ, ഇപ്പൊ എനിക്ക് ഈ ലാസ്റ്റ് ഇത് കിട്ടിയേക്കുന്ന റെസിഡ്യൂ പോലെ, അപ്പൊ എനിക്കിപ്പോ അതിന്റെ ഒരു സ്ട്രക്ചർ വേണം. അതായത് നമുക്ക് ഓരോ പാർട്ടിക്കിൾസ് കുറച്ചും കൂടെ നല്ലപോലെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതാണ് എനിക്ക് ആ പാർട്ടിക്കിൾസിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഞാൻ ഇത് ചെയ്തത് സെം അനാലിസിസ് എന്ന് പറയും. അതായത് അതിന്റെ ഒരു മെഷീനാ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയും. അത് പഠിക്കാനുണ്ട് ഇതിനകത്ത്, അശ്വിന്റെ പോർഷനകത്തുണ്ട്. ഈ മൊഡ്യൂൾ അല്ല, എനിക്കൊന്നും അടുത്ത മൊഡ്യൂളും കണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസിനെ നമുക്ക് കുറച്ചും കൂടെ അവരുടെ സർഫസ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ മെഷീൻസ് ഉണ്ട്. അതാണ് ഈ ടെം എന്നൊക്കെ നമ്മൾ പറയുന്നത്.
വേറെ കുറെ മെഷീൻസ് ഉണ്ട്, AFM ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ എടുത്തത് സെം ആണ് ചെയ്തത്. അതായത് സെം എന്ന് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സർഫസ് മാത്രമേ, അതായത് ആ പാർട്ടിക്കിൾസിന്റെ സർഫസ് ഫിഗർ ആണിത്. അപ്പൊ ഏകദേശം ഒരു എന്താ ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ പോലൊക്കെ ആയിരുന്നു. അതായത് ഈ ഓരോ നാനോ പാർട്ടിക്കിൾസിനും ഓരോ ഷേപ്പ് ഉണ്ട്. അതായത് ഓരോ സൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും ഈ 1 to 100 എന്നുള്ളത് തന്നെ അതിനകത്ത് കുറെ ഡിവിഷൻസ് വരുന്നുണ്ട്. ഓരോ സ്കെയിൽ ഓരോ സ്കെയിൽ റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോ ആ റേഞ്ചിൽ അതിന് പല ഷേപ്പുകൾ അവർ കാണിക്കും. അതാണ് ഒരു ഇതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ എങ്ങനെ വരും, എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരിത്. അപ്പൊ അതാണ് ഈ ടെക്സ്റ്റിനകത്ത്. ടെക്സ്റ്റ് കയ്യിലുണ്ടോ? ഓക്കെ. അപ്പൊ അതാണ് ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ പാർട്ട്. അത് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാല് മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അത് വായിച്ചു വിട്ടാൽ മതി. അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമില്ല. അത് ജസ്റ്റ് നാനോ മെറ്റീരിയൽസ് എന്താണ്, എങ്ങനെ വന്നു എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലത്തെ ഉള്ളൂ. ഓക്കെ. അടുത്തൊരു ടോപ്പിക് വരുന്നതാണ് ഫെയ്മാൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെയ്മാൻസ് ഹൈപ്പോത്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആക്ച്വലി ഒരു സയന്റിസ്റ്റിന്റെ പേരാ. പുള്ളിക്കാരന്റെ പേര് റിച്ചാർഡ് ഫെയ്മൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഒരു ഫിസിസ്റ്റ് ആണ്. സോ ഇതിനകത്ത് 3 സയന്റിസ്റ്റുകൾ, അതായത് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു 3 സയന്റിസ്റ്റുകളാണ് ഈ ഫെയ്മൻ, റിച്ചാർഡ് ഫെയ്മനും പിന്നെ ഈ പറഞ്ഞ മാതിരി ഡ്രെക്സ്ലർ എന്ന് പറയുന്ന അടുത്ത സയന്റിസ്റ്റ്, പിന്നെ നോറിയോ ടാനിഗ്വിഷി എന്ന് പറയുന്ന അടുത്തൊരു സയന്റിസ്റ്റ്. അപ്പൊ അവരുടെ ഫിഗറും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ 3 പേരുടെയും ഫിഗർ. അപ്പൊ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ഈ പറയുന്നത് ഈ ഫെയ്മാൻസ് ഹൈപ്പോത്തസിസിൽ. അപ്പോൾ ഈ ഫെയ്മാൻസ് ഹൈപ്പോത്തസിസിൽ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരൻ ഒരു ലെക്ചർ, അതായത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് there is plenty of room at the bottom എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ലെക്ചർ സീരീസ് ആയിരുന്നു. അപ്പോ ആ ഒരു ഫേമസ് ലെക്ചറിലാണ് പുള്ളിക്കാരൻ പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് ഈ വലിയ സാധനത്തിന് നമുക്ക് ചെറിയ സൈസ് ആക്കിക്കൂടാ എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളിക്കാരൻ ലെക്ചറിൽ പുള്ളിക്കാരൻ പറയുന്നതാണ്. അപ്പൊ അതായിരുന്നു പുള്ളിക്കാരന്റെ വിഷൻ. അതായത് എങ്ങനെ ചെറിയ ഒരു മിനിയേച്ചർ സൈസിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, അതായത് ഈ ആറ്റംസ്, മോളിക്യൂൾസ് ഇതിനെയൊക്കെ എങ്ങനെ മിനിയേച്ചർ സൈസിലേക്ക് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെഷീൻസ് അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഇൻസ്ട്രുമെന്റ്സ് ഇതിനെയൊക്കെ എങ്ങനെ ചെറിയ സൈസിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു വിഷൻ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ്, ഒരു ഐഡിയ കൊണ്ടുവന്നത് ഈ റിച്ചാർഡ് ഫെയ്മൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. ഓക്കെ. അപ്പോ ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തേക്കുന്ന ഞാൻ ഇങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിയേക്കുന്നതാണ്. അപ്പൊ ഇത് വായിച്ച് പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും. ഹൈപ്പോത്തസിസ് എന്താണ്, അതെന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത് എല്ലാം വേണമെന്നില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫെയ്മൻസ് ഹൈപ്പോത്തസിസിന്റെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റില് ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഞാൻ കണ്ടതുപോലെ ഒരു ഓർമ്മ. എന്തോ ഇതിനകത്തുണ്ട് വാട്ട് ഈസ് ഫെയ്മാൻസ് ഹൈപ്പോത്തസിസ് റിഗാർഡിംഗ് ദ മാനിപ്പുലേഷൻ ഓഫ് മാറ്റർ അറ്റ് ദി അറ്റോമിക് സ്കെയിൽ. അങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. അപ്പോ അതെന്ന് പറയുമ്പോൾ അത് എത്ര മാർക്കിനാണെന്ന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഞാൻ പറട്ടെ, ഇപ്പോഴും പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ എസ്സേ എത്ര മാർക്കാ? 15 മാർക്സ് അല്ലേ പറഞ്ഞേ? അപ്പൊ ഒരു 20 പോയിന്റ്സ് എഴുതുക. അങ്ങനെ ഇപ്പൊ ഞങ്ങളാണെങ്കിലും PGക്കൊക്കെ കൂടുതലും നമ്മൾ പാരഗ്രാഫ് എഴുതുന്നതിന് പകരം ടീച്ചേഴ്സ് ഇങ്ങനെ പാരഗ്രാഫ് കുത്തിയിരുന്ന് വായിക്കത്തില്ല.
പക്ഷെ അതിന് വരെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് അവർക്ക് വായിച്ചു പോകാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ആൻസറിന്റെ ഒരു കീവേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ മാർക്ക് ഇട്ട് പോകും. ഇപ്പൊ ഡിഗ്രിക്ക് വലിയ പ്രത്യേകിച്ച് ഒത്തിരി സ്ട്രിക്റ്റ് കാണിക്കത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ പുതിയൊരു ഇതല്ലേ, അപ്പൊ വലിയൊരു ഇത് കാണിക്കത്തില്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പൊ പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ പാരഗ്രാഫിനെക്കാട്ടിലും നല്ലത് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ ഒരു ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് 15 മാർക്സ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നാനോ മെറ്റീരിയൽസിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി. അതിന്റെ ഒരു സൈസ് റേഞ്ച് എത്ര ആണ്, ഇത്ര മെറ്റീരിയൽസ് ഇത്ര റേഞ്ചിൽ വരുമ്പോഴാണ് അതിനെ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അങ്ങനെ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഇന്ന ഫീൽഡിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു അത് ഈ PDF ഞാൻ ചെയ്തത് ഞാൻ ഷെയർ ചെയ്യാം. ഇത് അങ്ങനെ എഴുതണമെന്നില്ല കേട്ടോ. ഞാൻ അതായത് ഇപ്പൊ ഈ ഫസ്റ്റ് പേജിലുള്ളത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തേക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇപ്പൊ എന്തെങ്കിലും നാനോനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് ചുമ്മാ എഴുതാണ്ട് വിടണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് അറിയാമെന്ന് നമുക്ക് അവരെ ഒരു കാണിക്കാമല്ലോ. അങ്ങനെ കുറച്ച് എന്തെങ്കിലും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിന്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് എഴുതിക്കുന്നത്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ് നമ്മൾ നാനോ യൂസ് ചെയ്യുന്നത്, ഏത് ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. പിന്നെ ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത്ര കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെയ്മൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരന്റെ ഫുൾ പേര് എഴുതുക, ഫിസിസ്റ്റ് ആണ്. അപ്പോൾ ഇത് മെൻഷൻ ചെയ്യാം, ദെയർ ഈസ് പ്ലെന്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം എന്ന് പറയുന്ന ഒരു ലെക്ചർ ഇതിലാണ് ഈ നാനോ സയൻസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജിയുടെ ഫൗണ്ടേഷൻ വരുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരൻ അപ്പൊ ആ ഒരു ലെക്ചർ സീരീസിൽ ഇപ്പൊ അന്ന് ഈ പറഞ്ഞ മാതിരി നാനോ എന്ന് പറയുന്ന വേർഡ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നാനോ ടെക്നോളജി അല്ലെങ്കിൽ എന്താ നാനോ സയൻസ്, നാനോ മെറ്റീരിയൽ അങ്ങനെ പറഞ്ഞിട്ടൊരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഹിസ് വിഷൻ വാസ് ആക്ച്വലി ഈ എങ്ങനെ വലിയ സാധനം ഡിവൈസസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്, ആറ്റംസ്, മോളിക്യൂൾസിനെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് തരുന്ന രീതിയിൽ അതിനെ ചെറിയ സൈസിലേക്ക് ആക്കാൻ പറ്റും എന്നായിരുന്നു ഫെയ്മാൻസിന്റെ വിഷൻ എന്ന് പറയുന്നത്. അതാണ് ബേസിക് പുള്ളിക്കാരന്റെ വിഷൻ. അപ്പൊ ഞാൻ അതിങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കീ ഐഡിയാസ് ഫ്രം ഫെയ്മൻസ് വിഷൻ, മിനിയേച്ചറൈസേഷൻ ബിയോണ്ട് ലിമിറ്റ്സ്, മാനിപ്പുലേറ്റിംഗ് ഇൻഡിവിജ്വൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, മൈക്രോസ്കോപ്പിക് ടൂൾസ് ആൻഡ് മെഷീൻസ്. ഇതായിരുന്നു പുള്ളിക്കാരന്റെ വിഷൻ എന്ന് പറയുന്നത്. മിനിയേച്ചറൈസേഷൻ ബിയോണ്ട് ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ ബൾക്ക് ആയിട്ടുള്ള സാധനം, ഇപ്പൊ ഈ ഗോൾഡ് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ അത് ബൾക്ക് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോ അതിന്ന് നാനോ റേഞ്ചിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അത് ഈ 1 to 100 റേഞ്ചിലേക്ക് ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് അതിനെ കൊണ്ടുവരിക, അതിന്റെ ബിയോണ്ട് ലിമിറ്റ്സ് എന്ന രീതിയിലാണ് പറയുന്നത്. മീൻസ് അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര ചെറുതായിട്ട് എങ്ങനെ നമുക്ക് മാക്സിമം അതിനെ ചെറുതാക്കി കൊണ്ടുവരാം എന്ന് പുള്ളിക്കാരൻ നോക്കിയത്. അതും അങ്ങനത്തെ, അതായത് ഈ ആറ്റംസ് മോളിക്യൂൾ ഇപ്പൊ നമുക്കറിയാം ആറ്റംസ് മോളിക്യൂൾസിന് ഒരു ഇത്ര സ്പെസിഫിക് സൈസും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ചെറിയ ഇതിലേക്ക് കൊണ്ടുവരാം, അതിനെയാണ് മാനിപ്പുലേറ്റിംഗ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആറ്റംസ്. അതായത് ഓരോരോ സ്പെസിഫിക് ആറ്റംസിനെ നമ്മൾ എടുക്കുക, അതിനെ ചെറുതാക്കുക, അതിനെ നാനോ സ്കെയിലേക്ക് നമ്മൾ കൊണ്ടുവരിക, അങ്ങനെ. പിന്നെ എന്തോ അതിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, ചെറിയ രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഇതാണ് വരുന്നത്. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഫെയ്മൻ പ്രപ്പോസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു മാനിപ്പുലേറ്റ് ഇൻഡിവിജ്വൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ടു ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ് വിത്ത് അൺപ്രസിഡന്റഡ് പ്രിസിഷൻ. അതായത് നമ്മൾ ഈ ആറ്റംസ് മോളിക്യൂൾസിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് പുതിയൊരു മെറ്റീരിയൽസിനെ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് നോക്കിയത്. അതായത് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ പ്രിസിഷൻ ആക്യുറസി എന്ന് നമ്മൾ പറയത്തില്ല, ഏകദേശം ഒരു റേഞ്ച് എന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ
അത്രയും ഇപ്പൊ നാനോ നമ്മൾ ഏകദേശം നമ്മൾ പറയുമ്പോഴത്തേക്കും 10⁻⁻9 എന്ന് പറയും. ഓക്കെ അതായത് 10⁻⁻9 എന്ന് ഉദ്ദേശിക്കുന്നത് 1 നാനോമീറ്റർ എന്ന് പറയുന്നതാണ് 10⁻⁻9 വരുന്നത്. ഓക്കെ ഓക്കെ ആ മനസ്സിലായി. 10⁻⁻9 മീറ്റേഴ്സ് അതിന്റെ യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ പക്ഷെ നമ്മൾ നോർമലി പറയുന്നത് റേഞ്ച് ആണ് 1 to 100 നാനോമീറ്റേഴ്സ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോ ഓക്കെ ആ അത്രയും പ്രിസിഷനിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ആ ന്യൂ മെറ്റീരിയൽസിനെ നമുക്ക്, അതായത് ഈ ഓരോ സിംഗിൾ ആയിട്ടുള്ള ആറ്റംസ് മോളിക്യൂൾസിനെ നമ്മൾ ഈ നാനോ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്ന് നമ്മൾ പുതിയ ഒരു മെറ്റീരിയലിലേക്ക് നമ്മളിപ്പോ കൊണ്ടുവരിക. അത്രയും പ്രിസിഷൻ റേഞ്ചിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ എക്സ്പെരിമെന്റ് ഞാൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കിപ്പോ അങ്ങനെ ഞാനൊരു സംഭവം ചെയ്തു, എനിക്ക് ആ റെസിഡ്യൂ കിട്ടി. പക്ഷെ ആ റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ആയിട്ടൊരു കൺഫർമേഷൻ തരാൻ പറ്റത്തില്ല ഇത് നാനോയാണ് ഫോം ആയത് എന്നുള്ളത്. നമ്മള് റിസർച്ച് ചെയ്തു, ശരി നമുക്ക് ഇങ്ങനെ കിട്ടി, നമുക്കൊരു റെസിഡ്യൂ താഴെ ഇങ്ങനെ ഒരു റെസിഡ്യൂ പോലൊക്കെ കിട്ടി. അപ്പൊ നമ്മളുടെ ഒരു 50% നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ് നാനോ ആണെന്നുള്ളത്. പക്ഷെ ബാക്കി നമ്മൾ അത് ഫുൾ ആയിട്ട് കൺഫേം ചെയ്യുന്ന, ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഓരോ അനാലിസിസിന് നമ്മൾ ഈ സാമ്പിൾ അയക്കും. അപ്പോൾ ഈ അയക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു സാമ്പിൾ ആ ഒരു മെഷീനിൽ നമ്മൾ സാമ്പിൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് റേഞ്ച് വരും. അപ്പൊ ആ റേഞ്ച് ഇപ്പൊ 1 to 100 റേഞ്ചിൽ നമുക്ക് ഒരു ക്ലിയർ ഇമേജ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽസിന്റെ ആ ഒരു സർഫസ് ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ കുറച്ചും കൂടെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് അറിയാൻ പറ്റുമെങ്കിൽ, അത് 1 to 100 റേഞ്ചിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും അത് ഫോം അയക്കുന്നത് നാനോ മെറ്റീരിയൽ ആണ് നമുക്ക് ഫോം അയക്കുന്നതെന്നുള്ളത്. അപ്പൊ എനിക്ക് അവിടെ സിൽവർ നാനോ അതായത് സിൽവർ നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിൽവർ ആണ് ആക്ച്വലി അത് ആഡ് ചെയ്യുന്നത്. സിൽവർ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്ത് ഇൻക്യുബേഷനിൽ വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. ഓക്കെ. പിന്നെ അതിനകത്ത് അടുത്ത് പറയുന്നത് ഹി ഇമാജിൻഡ് ടു ബ്രിങ് ദാറ്റ് ഡൗൺ ടു ദ അറ്റോമിക് ലെവൽ. അതായത് ഞാൻ അടുത്തത് ഈ അറ്റോമിക് ലെവൽ മോളിക്കുലർ ലെവലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഓരോ ഇപ്പോൾ മെഡിസിൻസ് ആണെങ്കിലും മെഷീൻസ് ഇലക്ട്രോണിക്സ് അതെല്ലാം എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സ്കെയിലിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പുള്ളിക്കാരൻ നോക്കിയായിരുന്നു. ഈവൻ ലിവിങ് സെൽസിൽ എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പുള്ളിക്കാരൻ നോക്കി. സോ ബേസിക്കലി ഹീ ഈസ് ആക്ച്വലി കോൾഡ് ആസ് എ ഫാദർ ഓഫ് നാനോ ടെക്നോളജി, അല്ലെങ്കിൽ നാനോ സയൻസിന്റെ ഫാദർ എന്ന് നമ്മൾ പറയുന്നത് ഈ റിച്ചാർഡ് ഫെയ്മൻ ആളെയാണ്. ദ ഫസ്റ്റ് വിഷണറി ഓഫ് നാനോ ടെക്നോളജി എന്ന് നമ്മൾ പറയും. കാരണം ഇങ്ങനെ ആ ഒരു അത്രയും വലിയൊരു വിഷൻ, കാരണം എങ്ങനെ അത്രയും ഒരു ഐഡിയ കൊണ്ടുവന്നു, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരൻ ആക്ച്വലി അന്നത്തെ ടൈമിൽ റിസർച്ച് ചെയ്ത് അങ്ങനെ അതിനെ പറ്റിയിട്ട് കൂടുതലും അറിഞ്ഞു നോക്കി അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോഴാണ് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ ഈ നാനോ എന്ന് പറയുന്ന ഒരു ഫീൽഡ് കുറച്ചും കൂടെ എമേർജിങ് ഫീൽഡാണ്. അത് ഇപ്പോഴാണ് ഇത്രയും കൂടെ വൈഡും വാസ്റ്റും ആയത്. മീൻസ് ഇപ്പൊ റിസർച്ചുകൾ കൂടുതൽ നടക്കുന്നത് നാനോ ഫീൽഡിലേക്കാണ്. ഒത്തിരി റിസർച്ചുകൾ നടക്കുന്നുണ്ട് നാനോ പല രീതിയിൽ. ഇപ്പൊ മെഡിക്കൽ മാത്രമല്ല, പല അല്ലാത്ത രീതിയിൽ നമുക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ അത് നോക്കുന്നുണ്ട്. പഠിക്കേണ്ടത് എന്ത് പഠിക്കേണ്ടെന്ന് ഉദ്ദേശം മനസ്സിലായില്ല. ഇതിന്റെ ആൻസറോ? ആൻസർ നിങ്ങളുടെ PDF-നകത്ത് ഇപ്പൊ ഞാൻ ആ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോ അത് എത്ര മാർക്കിന്റെ ചോദിച്ചേക്കുന്നത് എനിക്കറിയില്ല. ഇപ്പൊ അതാണെങ്കിൽ ഇതൊക്കെ മെൻഷൻ ചെയ്യും. ഇപ്പൊ റിച്ചാർഡ് ഫെയ്മൻ ആണ്, പുള്ളിക്കാരൻ ഫേമസ് ഫിസിസ്റ്റ് ആണ്. അപ്പോ പുള്ളിക്കാരന്റെ ഒരു ആനുവൽ ഇപ്പൊ ഈ ടെക്സ്റ്റിനകത്ത് കൊടുത്തേക്കുന്ന ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അത് അത്രയും കൊടുക്കുക. അതായത് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി. പിന്നെ ഇപ്പൊ ഈ മൊഡ്യൂളിനകത്ത് ഇപ്പൊ ഇതിനകത്ത് ഞാൻ എഴുതിയേക്കുന്നതിനകത്ത് ഈ പോയിന്റ്സ് ഇങ്ങനെ വേണമെങ്കിൽ പോയിന്റ്സ് എഴുതാം. ഇപ്പൊ ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യാം. ദിസ് ടോക്ക് ഇസ് വൈഡ്ലി റിഗാർഡ് ആസ് എ ബർത്ത് ഓഫ് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി. പിന്നെ ഈ കീ ഐഡിയാസ് ഫ്രം ഫെയ്മൻസ് വിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് പുള്ളിക്കാരന്റെ കീ ഐഡിയാസ്. പിന്നെ ഹി ഈസ് നോൺ ആസ് ഇപ്പൊ ബിക്കോസ് ഓഫ് ഹിസ് റിമാർക്കബിൾ ഫോർസൈറ്റ് ഹി ഈസ് നോൺ ആസ് എ ഫസ്റ്റ് വിഷണറി
of nanotechnology and often called father of nanoscience nanotechnology. അപ്പോൾ ഈ പോയിന്റ്സ് അതായത് ഈ ടുഡേ മെനി ഓഫ് ഹിസ് പ്രഡിക്ഷൻസ് ഹാവ് ബിക്കം റിയാലിറ്റി എന്ന് പറയുന്നത് അത് ആക്ച്വലി അത് PDF-നകത്ത് ടെക്സ്റ്റിനകത്ത് ഉണ്ടോന്ന് അറിയില്ല, അത് ഞാൻ അത് എക്സ്ട്രാ ആഡ് ചെയ്താണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. മതിയാവും. ഇതിനകത്ത് ഇപ്പോ ആ സെയിം തന്നെ ഞാൻ പോയിന്റ്സ് ആയിട്ട് എഴുതിയേക്കുന്നത്. അതായത് ഹിസ് ഐഡിയ ബിക്കെയിം ദ ഫൗണ്ടേഷൻ ഓഫ് നാനോ ടെക്നോളജി, അത് ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പൊ ആ ലൈൻ അതൊക്കെ മാർക്ക് ചെയ്തോ. പിന്നെ ഇതുണ്ട്, ഹി ഓൾസോ സ്പെക്യുലേറ്റഡ് അബൌട്ട് മോളിക്കുലർ മെഷീൻസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക് അറ്റ് സെല്ലുലാർ ലെവൽ. അങ്ങനെ പിന്നെ ഈ ഡെവലപ്മെന്റ് ഓഫ് നാനോ മെഡിസിൻ, നാനോ റോബോട്ടിക്സ്, അതൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഇപ്പോ റോബോട്ടിക്സ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി വരാൻ ഈ ഡെവലപ്മെന്റ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ പുള്ളിക്കാരനാണെന്നാണ് ആ ലൈനിൽ പറയുന്നത്. ഈ പുള്ളിക്കാരന്റെ ഈ വിഷൻ ഉള്ളതുകൊണ്ടായിരുന്നു ആ ഒരു എന്താ പറയാ അന്നൊട്ടുള്ള ഒരു ഇതാണ് റിസർച്ച് ചെയ്ത് ഇപ്പൊ നമുക്ക് നാനോ മെഡിസിൻ അല്ലെങ്കിൽ നാനോ റോബോട്ടിക്സ് എന്ന രീതിയിലേക്ക് അതിപ്പോ വരുന്നത്. നാനോ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചെറിയ അതായത് മെഡിസിൻസിനെ ചെറിയ സ്കെയിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഡ്രഗ് ടാർഗറ്റ് ചെയ്യാന്നാണ് പറയാ. അതാണ് ആക്ച്വലി നാനോ മെഡിസിൻ എന്ന് പറയുന്നത്. അതെ, അതിനാണ് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്നത്. അതാ, അതായത് നമുക്ക് ഒരു ഏരിയയിൽ മാത്രമേ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ. പിന്നെ ഈ ലാസ്റ്റ് ലൈൻ ആഡ് ചെയ്യാം, അതായത് ടുഡേ നാനോ ടെക്നോളജി ഇസ് യൂസ് ടു ഡെവലപ്പ് സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്. ആ സംഭവമാണ് ആക്ച്വലി ഞാൻ ഇത് ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതിയേക്കുന്നത്. അതായത് അത് തന്നെ പോയിന്റ്സ് ആയിട്ട് എഴുതിയേക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് വിത്ത് നാനോ സ്കെയിൽ ട്രാൻസിസ്റ്റേഴ്സ്, മെഡിക്കൽ റോബോട്ട്സ്, അങ്ങനെ 3 ഇതായിട്ട് എഴുതിയേക്കുന്നത്. അതായത് അതിന്റെ മേളിൽ ഇപ്പൊ ഈ പോയിന്റ്സ് എഴുതാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക, ടുഡേ മെനി ഓഫ് ഹിസ് പ്രഡിക്ഷൻസ് ഹാവ് ബിക്കം റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് പോയിന്റ്സ് കൊടുക്കുക. അങ്ങനെ. പിന്നെ വരുന്ന അടുത്ത, അപ്പൊ ഇത് ഇത്രയാണ് ആരുടെ കോൺട്രിബ്യൂഷൻ? റിച്ചാർഡ് ഫെയ്മാന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ അടുത്ത സയന്റിസ്റ്റ് വരുന്നതാണ് നോറിയോ ടാനിഗ്വിഷി എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ്. അതാണ് അടുത്ത രണ്ടാമത്തെ ഒരു ഫിഗർ കാണിച്ചിട്ടില്ലേ, ഈ പുള്ളിക്കാരൻ. ഇതാണ് നോറിയോ ടാനിഗ്വിഷി എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ആക്ച്വലി ചെയ്തത് എന്താ, ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു വേർഡ് കോൺട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് ഈ പുള്ളിക്കാരനാണ്. നോറിയോ ടാനിഗ്വിഷി എന്ന് പറയുന്ന ജാപ്പനീസ് സയന്റിസ്റ്റ് ആണ്. അത്രയോ ആക്ച്വലി അതാണ് മെയിൻ കോൺട്രിബ്യൂഷൻ ഈ പുള്ളിക്കാരന്റെ. നമ്മൾ റിച്ചാർഡ് ഫെയ്മൻ ആണെങ്കിൽ ഈ സംഭവത്തിന് എങ്ങനെ നാനോ സ്കെയിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കിയത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി, ഈ ഒരു സാധനത്തിന് മൊത്തത്തിൽ ഒരു പേരിട്ട് വിളിച്ചത് ഈ നോറിയോ ടാനിഗ്വിഷി എന്ന് പറയുന്ന ആള്. ഓക്കെ, അത് ഇവിടം തൊട്ടാണ് പറയുന്നത്. ടേം നാനോ ടെക്നോളജി വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ നോറിയോ ടാനിഗ്വിഷി, എ ജാപ്പനീസ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഒരു PDF വെച്ച് പഠിപ്പിച്ചാൽ മതിയാവും, രണ്ടിലോട്ട് ഷിഫ്റ്റ് ആയി പോകണ്ട. അല്ല, ഞാനിങ്ങനെ പോയിന്റ്സ് കാണിച്ചു തരുന്നേ ഉള്ളൂ. അങ്ങനെ, കാരണം ഞാൻ ജസ്റ്റ് അതിനകത്ത് പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടില്ലേ ഉള്ളൂ. അപ്പൊ ടെക്സ്റ്റിനകത്ത് കുറച്ചും കൂടെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ചെയ്യുന്നേ. ഓക്കെ. പിന്നെ ഇപ്പോ ഈ നോറിയോനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ലൈൻ അത് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ആഡ് ദിസ്. ഹി ഡിഫൈൻഡ് നാനോ ടെക്നോളജി ആസ് ദ പ്രോസസിംഗ് ഓഫ് സെപ്പറേഷൻ, കൺസോളിഡേഷൻ ആൻഡ് ഡീഫോർമേഷൻ ഓഫ് മെറ്റീരിയൽസ് ബൈ വൺ ആറ്റം ഓർ മോളിക്യൂൾ. അത് വേണമെങ്കിൽ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ നോറിയോ ടാനിഗ്വിഷി ഡിഫൈൻ ചെയ്തത്, നാനോ ടെക്നോളജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ആ ഒരു സെന്റൻസ് അതുപോലെ തന്നെ കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ അതെത്രയാണ് ഈ ജാപ്പനീസ് സയന്റിസ്റ്റിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു പുള്ളിക്കാരനാണ് ഡ്രെക്സ്ലർ, അടുത്ത സയന്റിസ്റ്റ് ഡ്രെക്സ്ലർ എന്ന് പറയുന്നത്.
അപ്പൊ he actually used the term nanotechnology in his book Engines of Creations എന്ന് പറയുന്ന ബുക്ക്, അതായത് ദ കമ്മിങ് എറ ഓഫ് നാനോടെക്നോളജി, ഇത്രയാണ് ബുക്കിന്റെ പേരാണ് കേട്ടോ. എൻജിൻസ് ഓഫ് ക്രിയേഷൻസ് ദ കമ്മിങ് എറ ഓഫ് നാനോടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ ഫസ്റ്റ് ആയിട്ട് നാനോടെക്നോളജിനെ പറ്റി ഒരു ടേം, അല്ലെങ്കിൽ അതിനെ നാനോടെക്നോളജി എന്താണ്, അതിനകത്ത് എങ്ങനെ അത് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഇതിനെ പറ്റിയിട്ട് ഒരു കോൺസെപ്റ്റ് തന്നത് ഈ ഡ്രെക്സ്ലർ എന്ന് പറയുന്ന പുള്ളിക്കാരാണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ബുക്കിലാണ് ഈ നാനോ ടെക്നോളജിയെ പറ്റി പറയുന്നത്. സോ അങ്ങനെ ഈ 3 സയന്റിസ്റ്റുകളും എന്താ 3 തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഈ ഇതിനകത്ത് ഞാനിപ്പോ ജസ്റ്റ് ഇത് ഈ 2 ഇപ്പൊ നോറി ടാങ്ക്വിഷിയെ പറ്റി ഒറ്റ ഒരു പോയിന്റും ഡ്രെക്സ്ലറിനെ പറ്റി ഒറ്റ പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ടെക്സ്റ്റിനകത്താണെങ്കിൽ ആണെങ്കിൽ ഒരു 2 or 3 ലൈൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതത്രേ ഉള്ളൂ ഈ 3 സയന്റിസ്റ്റിനെ പറ്റിയും ഫെയ്മൻസ് ഹൈപ്പോത്തസിനെ പറ്റിയിട്ടുള്ളത്. അടുത്ത് വരുന്നതാണ് സ്കെയിൽസ് ഓഫ് നാനോ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ 1 to 100 എന്നുള്ളത് റേഞ്ച് ആണല്ലോ നമ്മുടെ നാനോ സിസ്റ്റത്തിന്റെ റേഞ്ച് വരിക. അപ്പൊ ആ റേഞ്ചിനകത്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അറ്റോമിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, മോളിക്കുലാർ സ്കെയിൽ ഉണ്ട്, മീസോ സ്കെയിൽ ഉണ്ട്, നാനോ സ്കെയിൽ ഉണ്ട്. അങ്ങനെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ആണ് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. മതി, ഞാൻ ആ പാരഗ്രാഫിനെ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതുന്നുള്ളൂ. സെയിം സാധനം, അഡീഷണൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ പോയിന്റ്സ് അല്ലേ ഇപ്പൊ നല്ലത്. ഏതാ മറ്റേ ഹൈപ്പോത്തസിസ് അല്ലേ? മതി അത്. പക്ഷെ PDF നോക്കുക, ടെക്സ്റ്റും കൂടെ ജസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് ഫുൾ ആയിട്ട് വായിക്കുക. ഓരോ ടോപ്പിക്കിന്റെയും ടെക്സ്റ്റ് ഫുള്ള് വായിച്ചിട്ട് പിന്നെ പോയിന്റ്സ് ആയിട്ട് PDF നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്ഷൻ കിട്ടും. അങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുവേ. ഓക്കെ, ബ്രേക്ക് വേണോ? ഓക്കെ, അപ്പൊ അടുത്തത് പറയുന്നത് സ്കെയിൽസ് ഓഫ് നാനോ സിസ്റ്റം. അപ്പൊ നമ്മൾ ആദ്യത്തെ അറ്റോമിക് സ്കെയിലാണ്. അറ്റോമിക് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും 0.1 to 1 നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന ഒരു പാർട്ടിക്കിൾസിനെ നമ്മൾ അറ്റോമിക് സ്കെയിൽ എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇൻഡിവിജ്വൽ ആറ്റംസ് ആൻഡ് വെരി സ്മോൾ മോളിക്യൂൾസ് ആർ മാനിപ്പുലേറ്റഡ്. അതായത് ഈ ഇൻഡിവിജ്വൽ ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ആറ്റംസും പിന്നെ ചെറിയ സൈസ്ഡ് മോളിക്യൂൾസിനെയാണ് നമ്മൾ കൂടുതലും അറ്റോമിക് സ്കെയിൽ റേഞ്ചിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് വരുന്നതാണ് മാനിപ്പുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എന്താ പറയുക, അതിനെ നമ്മൾ കൊണ്ടുവന്ന് ചെറുതിലേക്ക് ആക്കുക എന്ന് പറയില്ലേ. മീൻസ് ഇവരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കി കണ്ട് ചെറുതിലേക്ക് ആക്കുക. അങ്ങനെ ഒരു ഇതില് പറയും. അപ്പൊ ഇതിനകത്ത് ക്വാണ്ടം ഇഫക്റ്റ്, സർഫസ് ഇന്ററാക്ഷൻസ് ആൻഡ് സൈസ് ഡിപ്പെൻഡന്റ് ബിഹേവിയർ ഡോമിനേറ്റ്. അതായത് ഇപ്പൊ ക്വാണ്ടം ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ, ക്വാണ്ടം ഇഫക്റ്റ് സൈസ് യൂണീക് പ്രോപ്പർട്ടീസിനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ക്വാണ്ടം സൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ. അതായത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ ഈ ബൾക്ക് ആയിട്ടുള്ള സംഭവത്തിനെ അതിനകത്ത് കുറെ നമ്മളിപ്പോ ഏതൊരു എലമെന്റ് എടുത്താലും അതിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പൊ ഗോൾഡ്, സിൽവർ, അല്ലെങ്കിൽ മെഗ്നീഷ്യം, അലുമിനിയം, കാൽഷ്യം, നമ്മൾ എന്തെടുത്താലും അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ഈ ഞാൻ പറഞ്ഞില്ലേ കളർ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സൺലൈറ്റ് വീഴുമ്പോഴത്തേക്കും കളർ ഡിഫറെന്റ് ആകുന്നു എന്ന് പറഞ്ഞില്ലേ. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം വരുന്നത്. അതായത് ഇലക്ട്രോൺസ് ഇപ്പൊ ലോവർ എനർജി, നമുക്കറിയാം എപ്പോഴും ഇലക്ട്രോൺസ് എപ്പോഴും ഫസ്റ്റ് ഇരിക്കുന്നത് എന്താ, റെസ്റ്റ് പൊസിഷനിലാണ്. അതായത് ഇലക്ട്രോൺസ് എപ്പോഴും ഗ്രൗണ്ട് ലെവലിലായിരിക്കും നിൽക്കുന്നത്. അതിനെ അപ്പൊ അതിലോട്ട് ഇപ്പൊ ആ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ഒരു ലൈറ്റ് ഫോൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി, ഒരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുമ്പോഴത്തേക്കും അത് എക്സൈറ്റഡ് ആവും ഇല്ലേ. അതായത് ഇപ്പൊ നമ്മളൊരു
ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതിന് ആ ഹീറ്റ് കാരണമാണ് വെള്ളം തിളയ്ക്കുന്നല്ലേ. അപ്പൊ അതിനകത്ത് അതിങ്ങനെ ബബിൾസ് ഫോം ചെയ്യും, ഇനി വേപ്പേഴ്സ് പോകും, അങ്ങനെ അതുപോലത്തെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇലക്ട്രോൺസ് ബേസ് ലെവലിൽ നിൽക്കുന്നു, എന്നിട്ട് നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുമ്പോഴത്തേക്കും അത് ജമ്പ് ആവും, അതായത് അടുത്ത ഹയർ എനർജിയിലേക്ക് നമ്മൾ അതിനെ പോകും. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടം സൈസ് ഇഫക്റ്റിനകത്ത് നമ്മൾ ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഈ നാനോ സ്കെയിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ചെറിയ സൈസിലേക്ക് നമ്മളിങ്ങനെ വലിയ സൈസ് നമ്മൾ ചെറുതാക്കി ചെറിയ സൈസ് നാനോ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ എനർജി ലെവൽസിന് വ്യത്യാസം വരും. അപ്പൊ അവിടെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് വരും അല്ലെ. നമ്മളിപ്പോ ഒരു സാധനം ഒരു എന്താ പറയാ, ഒരു നോർമൽ സൈസിൽ ഇരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ പെട്ടെന്ന് അതിനെ ചെറുതാക്കുമ്പോഴത്തേക്ക് അതിന്റെ പല പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവും അല്ലെ. അങ്ങനെ അപ്പൊ അതാണ് ആക്ച്വലി ക്വാണ്ടം സൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ മാറുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി കളർ ചേഞ്ച് വരിക, വേറെ ഇതിലേക്ക് പോവുക, അങ്ങനെയാണ് വരുന്നത്. അതിനാണ് ഈ ക്വാണ്ടം ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സർഫസ് ഇന്ററാക്ഷൻ, സൈസ് ഡിപ്പെൻഡന്റ് ബിഹേവിയർ, ഡോമിനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ അറ്റോമിക് സ്കെയിൽ ലെവലില് നമ്മൾ ഈ ഇൻഡിവിജ്വൽ ആറ്റംസ്, ഈ ഒരു മോളിക്യൂൾസിനെ ഞാൻ അറ്റോമിക് റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. അതായത് എന്റെ പാർട്ടിക്കിൾസിനെ ഇപ്പോൾ എ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ഞാൻ 1 നാനോമീറ്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒറിജിനൽ സൈസിൽ നിന്ന് ഞാൻ അതിനെ ചെറുതാക്കി 1 നാനോമീറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് അവിടെ എനർജി ലെവൽസ് വ്യത്യാസം വരും. അപ്പൊ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഈ ക്വാണ്ടം ഇഫക്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് അതിന് കളർ ചേഞ്ച് വരും, എന്നുവെച്ചാൽ ആ പഴയതുപോലെ ആയിരിക്കത്തില്ല ആ ചെറുതായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിന്റെ സർഫസിൽ ഇലക്ട്രോൺസ് കൂടുതലും ഇന്ററാക്ഷൻ, സർഫസിനകത്ത് കുറേയും കൂടെ ഇലക്ട്രോൺസ് വരും, പാർട്ടിക്കിൾസ് ഇന്ററാക്ഷൻ നടക്കും, അങ്ങനെ വരും. പിന്നെ സൈസ് ഡിപ്പെൻഡന്റ് ബിഹേവിയർ, അതായത് ആ ഒരു സൈസ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു 3 ഫാക്ടേഴ്സ് ആയിരിക്കും അവിടെ കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്നത്. എന്തോ ഏറ്റവും കൂടുതൽ മുന്തി നിക്കുന്ന പറയില്ലേ, ഏറ്റവും മുന്നിലായിട്ട് നിക്കുക, അതിനാണ് ഡോമിനേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അടുത്തെന്ന് ഇപ്പൊ അതിനകത്ത് പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഇലക്ട്രോണിക്, ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക് ഡിഫർ ഗ്രേറ്റ്ലി ഫ്രം ബൾക്ക് മെറ്റീരിയൽസ്. അതായത് ആ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ എ എന്ന് പറയുന്ന പാർട്ടിക്കിള് 1 അല്ല, അതായത് വലിയ സൈസിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പൊ അതിനെ ഞാൻ 1 നാനോമീറ്ററിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടീസ്, ഇതിനകത്ത് പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ആകും. അപ്പൊ അതിനെയാണ് നമ്മൾ ബൾക്ക് എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര കുറച്ചും കൂടി നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ഒറിജിനൽ ഇതിലും ഇരുന്ന സാധനത്തിനെ ഞാൻ ചെറുതാക്കി. ആ ബൾക്ക്. അപ്പൊ ആദ്യം എന്റെ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ബൾക്കായിട്ടായിരുന്നത്, ഞാൻ പിന്നെ അതിനെ ചെറുതാക്കുന്നതാണ് അറ്റോമിക് സ്കെയിൽ ലെവലിലേക്ക് കൊണ്ടുവന്നു, 1 നാനോമീറ്ററിലേക്ക് ആക്കി. അപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾസ് വരുന്നതാണ് ക്വാണ്ടം ഡോട്ട്സ്, സിംഗിൾ ആറ്റം ട്രാൻസിസ്റ്റേഴ്സ്, അറ്റോമിക് ക്ലസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് വരുന്നത്. ഇലക്ട്രോണിക്സ്, ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫർ ഗ്രേറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന എന്റെ പാർട്ടിക്കിൾ, ഇപ്പൊ ഞാൻ പറയാം, സപ്പോസ് ഇപ്പൊ ഞാൻ സിൽവർ തന്നെ എടുക്കാം. ഞാൻ ഇപ്പോ സിൽവർ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിനൊരു പ്രോപ്പർട്ടി കാണും അല്ലെ, അതിന് ഇത്ര എനർജി ലെവൽസ് കാണും, ലൈറ്റ് ഫോൾ ചെയ്യുമ്പോഴത്തേക്കും ഇതാകും, അങ്ങനെ മനസ്സിലായോ. പക്ഷെ ഞാൻ അതിനെ ഈ ചെറിയ സൈസിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവന്നു, മനസ്സിലായോ. ഞാൻ അതിനെ ഏറ്റവും ചെറിയ സൈസ് നാനോ റേഞ്ചിലേക്ക് അതിനെ അതായത് ആദ്യം ഇരുന്ന സംഭവത്തിനെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എന്റെ ബോർഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ അപ്പൊ ഇപ്പൊ റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ അറ്റോമിക് സ്കെയിൽ എന്ന് പറയുന്നത്.
അതിപ്പോ മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് ഈ ക്വാണ്ടം ഡോട്ട്സ്, സിംഗിൾ ആറ്റം ട്രാൻസിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അടുത്ത സ്കെയിൽ വരുന്നത് ഇനിയിപ്പോ അടുത്തതാണ് മോളിക്കുലാർ സ്കെയിൽ എന്ന് പറയുന്നത്. ചോദിച്ചു. അതായത് ഇലക്ട്രോണിക്, ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക് ക്യാരക്ടേഴ്സ് ബൾക്ക് സ്റ്റേറ്റ് ഇരിക്കുന്നതിനെക്കാട്ടും കുറച്ച് പ്രോപ്പർട്ടി വ്യത്യാസം കാണിക്കുമെന്നാണോ പറഞ്ഞേക്കുന്നത് ആ പോയിന്റില്, തേർഡ് പോയിന്റില്? അതെ. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ അടുത്തത് മോളിക്കുലാർ സ്കെയിൽ. മോളിക്കുലാർ സ്കെയിൽ എന്ന് പറയുന്നത് 1 to 10 നാനോമീറ്റർ റേഞ്ചിൽ വരുന്നതാണ് മോളിക്കുലാർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് 0.1 മുതൽ 1 വരെ ഉള്ളതും അടുത്തത് 1 to 10 വരെ ഉള്ളതുമാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് എന്തൊക്കെ അതിനകത്ത് വരുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസ് കാണിക്കുന്നത്? ഫുള്ളറീൻസ് എന്ന് പറയുന്നത് കാണിക്കും, ഡെൻഡ്രിമേഴ്സ്, പ്രോട്ടീൻസ്, DNA നാനോ സ്ട്രക്ചേഴ്സ്, ഇവരൊക്കെയാണ് ഈ ഇതിനകത്ത് വരുന്ന മോളിക്കുലാർ സ്കെയിലിനകത്ത് വരുന്ന എക്സാമ്പിൾസ്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ, അതായത് ഇൻ ദിസ് റേഞ്ച് മെറ്റീരിയൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അതായത് മറ്റേനകത്ത് നമ്മളിപ്പോ അറ്റോമിക് നോക്ക്. അറ്റോമിക്കിനകത്ത് പറഞ്ഞത് ഇവിടെ ഇൻഡിവിജ്വൽ ആറ്റംസ് ആൻഡ് വെരി സ്മോൾ മോളിക്യൂൾസ് ആർ മാനിപ്പുലേറ്റഡ്. അതായത് ഇവിടെ നമ്മൾ ഓരോ ആറ്റംസും മോളിക്യൂൾസുമാണ് ഇതിനെ നമ്മൾ അറ്റോമിക് സ്കെയിലേക്ക് ആക്കുന്നത്. പക്ഷെ മോളിക്കുലർ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ചെറിയ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഇതിനെ ഈ ആക്കുന്നത് നമ്മൾ. അതായത് മെറ്റീരിയൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഓക്കെ. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? എ ഹൈ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എൻഹാൻസസ് റിയാക്ടിവിറ്റി ആൻഡ് ചേഞ്ചസ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഈ ഹൈ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ നാനോ റേഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് ഇപ്പോൾ ഇതിനെ 1 to 10 നാനോമീറ്റർ സ്കെയിലിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ ഒരു വലിയൊരു സാധനത്തിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കുറയും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അല്ല, അതിന്റെ സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സർഫസ്. അതെ, അതായത് നമ്മൾ ഈ ഒരു ഇതിനെ മൊത്തത്തിൽ നമ്മൾ നാനോയ്ക്കകത്ത് വരുന്ന ഡിവിഷനാ. മനസ്സിലായോ? അതായത് നമ്മൾ ഈ 1 to 100നെ നമ്മളിപ്പോ 1 to 10, 10 to 20, 30 അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുക. അങ്ങനെ വരുന്ന ഒരു അതിനെയാണ് നമ്മൾ ആക്ച്വലി സ്കെയിൽസ് ഓഫ് നാനോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പൊ സർഫസ് ഏരിയയും അതിന്റെ വോളിയം റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അത് ആ ഒരു റേഷ്യോ ഉള്ളത് കൊണ്ട് അവരുടെ ഫിസിക്കൽ, കെമിക്കൽ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് വരും. അതായത് ഒപ്റ്റിക്കൽ ഹൈ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എൻഹാൻസ് കുറച്ച് റിയാക്ടിവിറ്റി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് കുറച്ചും കൂടെ നല്ലതായിട്ട് വരുത്തും. അങ്ങനെ എൻഹാൻസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല രീതിയിലാക്കും എന്നുള്ളതാണ് എൻഹാൻസ് ചെയ്യാന്ന് പറയുന്നത്. അതെ. അതായത് നമ്മളിപ്പോ ഇപ്പൊ ഏതൊരു ഇതെടുത്താലും അതിന് ഫിസിക്കൽ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായാലും ചേഞ്ച് വരും. പിന്നെ അടുത്തത് മെറ്റീരിയൽസ് അറ്റ് ദ സ്കെയിൽ എക്സിബിറ്റ് ക്വാണ്ടം കൺഫൈൻമെന്റ്, സ്ട്രോങ് സർഫസ് ഇന്ററാക്ഷൻസ്. അത് നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ. അതായത് എനർജി ലെവൽസിന് വ്യത്യാസം വരും. അതിന് ഈ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് അതിനെയാണ്. അതായത് ചെറുതിലേക്ക് നമ്മൾ ആക്കുക, എന്നിട്ട് അവരുടെ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഒരു പ്രോപ്പർട്ടീസ്, അതിന് ഈ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. സർഫസിൽ സർഫസ് ഏരിയ കൂടുതലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ സർഫസ് ഏരിയ കൂടുതലാകുമ്പോഴത്തേക്ക് സർഫസിലായിരിക്കും കൂടുതൽ പാർട്ടിക്കിൾസ് ഉള്ളത്. എന്നുവെച്ചാൽ ഈ എന്താ നമ്മൾ പറയാ, വോളിയത്തിനെക്കാട്ടിലും കൂടുതൽ, അതായത് അകത്ത് കിടക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സർഫസിലായിരിക്കും കൂടുതൽ പാർട്ടിക്കിൾസ് കിടക്കുക. അപ്പൊ അവിടെ ഭയങ്കര സ്ട്രോങ് ഇന്ററാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് ഈ ഫുള്ളറീൻസ്, ഡെൻഡ്രിമേഴ്സ്, പ്രോട്ടീൻസ്, DNA നാനോ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഫുള്ളറീൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് കാണിച്ചു തരാം. ഫുള്ളറീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും
ഫുള്ളറീന്റെ സ്ട്രക്ചർ കാണിച്ചത്. കണ്ടിട്ടുണ്ട്. ഇതാണ് ഫുള്ളറീൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫുൾ കാർബൺ ആറ്റംസ് കൊണ്ടാണ് ഈ ഫുള്ളറീൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതായത് അതിന് 60 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഈ ഫുള്ളറീൻസിനെ C60 എന്ന് നമ്മൾ പറയും. ഇങ്ങനെയാണ് അതിന്റെ ആക്ച്വലി സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ബോൾ പോലത്തെ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കും. ഇനിയിപ്പോ ഞാൻ ക്വാണ്ടം ഡോട്ട് ഒന്ന് കാണിച്ചു തരാം. ക്വാണ്ടം ഡോട്ട് ഏതിനകത്ത് വരുന്നതാ? മെഡിസിനൽ ആപ്ലിക്കേഷൻസിലൊക്കെ, പിന്നെ എനർജിയുടെ. അല്ലല്ലല്ല, ഞാൻ ഇതാ മെഡിസിനൽ ആപ്ലിക്കേഷൻ അല്ലടാ, ഞാൻ അതല്ല ഞാൻ ചോദിച്ചേ. അത് ഏത് സ്കെയിൽ ഇതിനകത്താ വരുന്നേന്ന്? ക്വാണ്ടം ഡോട്ട്സ് അറ്റോമിക് സ്കെയിൽ. ഇതാണ് അതിന്റെ വരുന്നത്. അപ്പൊ അതാണ് മോളിക്കുലാർ സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നാനോ സ്കെയിൽ. നാനോ സ്കെയിൽ എന്ന് പറയുന്നത് 10 to 100 വരെ വരുന്നതാണ് നമ്മൾ നാനോ സ്കെയിൽ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് അതിനകത്ത് വരുന്നത് ഈ നാനോ പാർട്ടിക്കിൾസ്, നാനോ വയർ, നാനോ ട്യൂബ്സ്, ഗ്രഫീൻ ഷീറ്റ്സ് വരും. ഗ്രഫീൻ ഷീറ്റ്സ് ഞാൻ കാണിച്ചു തരാം. അതും ആക്ച്വലി കാർബണിന്റെ സെയിം സംഭവം ഇത് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ അതിന്റെ ക്ലാസിഫിക്കേഷനിൽ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഗ്രഫീൻ ഷീറ്റ്സ് ഇരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടായിരിക്കും അല്ലേ? അതെ, ഇതായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോ ഇതിനകത്ത് വരുന്നത് എന്താ? ദിസ് ഇസ് ദ കോർ വർക്കിംഗ് സ്കെയിൽ ഓഫ് നാനോ ടെക്നോളജി. അത് നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് നാനോ സ്കെയിൽ അത്ര തന്നെ. ഇവിടെ ഹിയർ മെറ്റീരിയൽസ് ഷോ എ കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടം സൈസ് ഇഫക്റ്റ് ആൻഡ് ക്ലാസിക്കൽ പ്രോപ്പർട്ടീസ് മേക്കിംഗ് ദം ഹൈലി വേഴ്സറ്റൈൽ. അതായത് ഇതിനകത്ത് എല്ലാ ഇഫക്റ്റും കോമ്പിനേഷൻ ഓഫ് ഇഫക്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് അതിന്റെ അല്ലാത്ത ക്ലാസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും, പിന്നെ ക്വാണ്ടം സൈസ് ഇഫക്റ്റ്, അതങ്ങനെ എല്ലാം കാണിക്കുന്ന ഒരു സ്കെയിലാണ് ഈ നാനോ റേഞ്ച് വരുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി ഒക്കെയാണോ? ഏത് ക്ലാസിക്കലോ? അതെ. പിന്നെ ഈ അടുത്ത പോയിന്റ് എന്തോ കോർ വർക്കിംഗ് സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നാനോ ടെക്നോളജി വർക്ക് ചെയ്യാനായിട്ടുള്ള മെയിൻ റേഞ്ച് എന്ന് പറയുന്നത് ഈ 10 to 100 നാനോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് സ്ട്രക്ചറൽ, മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ, ഈ പ്രോപ്പർട്ടീസ് എല്ലാം യൂണീക്ക് ആയിരിക്കും വരുന്നത്. എല്ലാം അതും ഡിഫർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തും യൂണീക്ക് ആയിരിക്കും വരുന്നത്. അതായത് നാനോ സ്കെയിലിൽ വരുന്ന പ്രോപ്പർട്ടി ആയിരിക്കില്ല മോളിക്കുലാർ ലെവലിൽ വരുന്നത്. അങ്ങനെ ഡിഫറൻസ് വരും. അടുത്തത് മീസോ എന്ന് പറയുന്നത് അതെന്ന് പറയുമ്പോൾ അത് 100 കഴിഞ്ഞിട്ട് പോകും. അതായത് 100 to 1000 നാനോമീറ്റേഴ്സിനെയാണ് മീസോ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നാനോ സ്കെയിലിന്റെ അകത്ത് വരുന്നത്, ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് സ്കെയിൽ ബ്രിഡ്ജസ് ദ നാനോ വേൾഡ് ടു മൈക്രോ. അതായത് 100 കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നതിന് നമ്മൾ മൈക്രോ എന്ന് പറയും. അപ്പൊ അതിനകത്ത് ഓൾറെഡി 100 ഇപ്പൊ ആ പാർട്ടിക്കിൾ സൈസ് ഞാനിപ്പോ നോക്കിയിട്ട് എനിക്ക് 100 വന്നു കഴിഞ്ഞാൽ 100 എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് നാനോയുടെ ഒരു എൻഡ് എന്ന് പറയാം അല്ലേ? അപ്പോ ആ 100-ന്ന് 1000-ലേക്ക് പോകുമ്പോ നാനോന്റെ ഒരു ടച്ചും ഉണ്ട്, എന്നാൽ അത് മൈക്രോയോ ആണ്. മനസ്സിലായി? അങ്ങനെ രണ്ടും വരും. അപ്പൊ അറ്റ് ദിസ് സ്റ്റേജ് മെറ്റീരിയൽസ് ബിഗിൻ ടു ബിഹേവ് മോർ ലൈക്ക് ബൾക്ക് ആയിട്ട് ഫോം ചെയ്യാൻ. എന്നുവെച്ചാ ഞാനിപ്പോ ആദ്യം ഒരു വരച്ച് കാണിച്ചില്ലേ, എ എന്ന് പറയുന്നത് എന്റെ ബൾക്കാ. എന്നുവെച്ചാൽ അത്രയും ആ ഒരു സൈസിനെ നമ്മൾ ബൾക്ക് എന്ന് പറയും. ഞാൻ അതിനെ നാനോ സൈസിലേക്ക് ആക്കി. ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു സംഭവം, അത് എനെ ഞാൻ ബി ആക്കി, അത് ഇപ്പൊ ഒരു 100 ആക്കിയെങ്കിൽ, പക്ഷെ അത് 100 അല്ല, ഇപ്പൊ 100 to 1000 റേഞ്ചിലേക്ക് ഒരു ആക്കിയെങ്കിൽ എനിക്ക് ആ പുതിയതായിട്ട് വന്ന ഒരു മെറ്റീരിയലിന് കുറച്ചും കൂടെ നാനോന്റെയും പ്രോപ്പർട്ടി കാണിക്കും. പക്ഷെ എന്നാല്
അത് സൈസ് കുറച്ചും കൂടെ വലുതായതുകൊണ്ട് അതിന്റെയും പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ. മനസ്സിലായോ? അതാണ് ആ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. പിന്നെ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദി ഡിസൈൻ ഓഫ് നാനോ കോമ്പോസിറ്റ്. ബട്ട് സ്റ്റിൽ റിട്ടൈൻ അതേ പ്രോപ്പർട്ടി കാണിക്കുമെന്ന് ഉദ്ദേശിച്ചേക്കുന്നതാണ് അല്ലേ? ബട്ട് സ്റ്റിൽ റീറ്റെയിൻ സം നാനോ സ്കെയിൽ പ്രോപ്പർട്ടീസ്, അതായത് നാനോ സ്കെയിൽ പ്രോപ്പർട്ടീസും പക്ഷെ അത് കാണിക്കും എന്നാണ് പറയുന്നത്. അതായത് ബൾക്ക് പ്രോപ്പർട്ടീസ് കാണിച്ചാലും അത് എനിക്ക് നാനോ പ്രോപ്പർട്ടീസ് കാണിക്കും എന്നാണ് പറയുന്നത്.